വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. സുഭാഷിതം യിരെമ്യാ പ്രവചനം 47-ാം അധ്യായം ഫെലിസ്ത്യരുടെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഏത് കാലത്തും ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നു ഫെലിസ്ത്യർ. 3-ാം വാക്യം വായിക്കുന്നത്, അവന്റെ ബലമുള്ള കുതിരകളുടെ കുളമ്പൊച്ചയും അവന്റെ രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവും നിമിത്തം ധൈര്യം ക്ഷയിച്ചിട്ട് അപ്പന്മാർ മക്കളെ തിരിഞ്ഞു നോക്കുകയില്ല. At the noise of the stamping hoofs of the strong horses, at the rushing of his chariots and the rumbling of his wheels, the fathers will not look back for their children lacking courage. ബാബിലോണ്യ സൈന്യം ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാൻ വരുന്നതിന്റെ വിവരണമാണ് ഈ 47-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഫിലിസ്ത്യരുടെ ദുഷ്ടതയും ആക്രമണവും നിമിത്തം അവർക്ക് വരുവാനിരിക്കുന്ന നാശത്തിന്റെ മുന്നറിയിപ്പ്. ബലമുള്ള കുതിരകളുടെ കുളമ്പടി ഒച്ചയും രഥചക്രങ്ങളുടെ ശബ്ദവും നിമിത്തം അവർ ഭയപ്പെട്ടു പോകും. പിതാക്കന്മാർ മക്കളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യയില്ലെന്ന് പറയുന്ന ഈ വാക്യം വരാനിരിക്കുന്ന ന്യായവിധിയുടെ കാഠിന്യം വിവരിക്കുന്നു. കുട്ടികളെ സംരക്ഷിക്കുവാനോ അവരെ സഹായിക്കാനോ കഴിയാത്ത വിധത്തിൽ ഭയവും നിസ്സഹായതയും കൊണ്ട് രക്ഷിതാക്കൾ തളർന്നു പോകും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവർ ചെയ്ത ദുഷ്ടതയുടെ പരിണിത ഫലമാണ് ഇത് എന്ന് പ്രവാചകൻ വിവരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ദൈവത്തിനും ദൈവജനത്തിനും വിരോധമായി പ്രവർത്തിക്കുന്നവർക്ക് നിശ്ചയമായും ന്യായവിധി ഉണ്ടാകും. 37-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. നാം സ്വൈരമായി ജീവിക്കുമ്പോഴായിരിക്കും ശത്രു പലപ്പോഴും നമുക്കെതിരായി ഉപായങ്ങൾ നിരൂപിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ദാവീദ് വീണ്ടും പറഞ്ഞിരിക്കുന്നു. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്ക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്ക. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകേയുള്ളൂ. ദുഷ്ടപ്രവർത്തനങ്ങൾ നമുക്കെതിരായി തീയമ്പ് പോലെ കടന്നു വരുമ്പോൾ പലപ്പോഴും കോപവും ക്രോധവും ഉള്ളിലേക്ക് കടന്നു വരും. മാനസാന്തരത്തിന്റെ ആവശ്യകതയും ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെക്കുറിച്ചുള്ള അവബോധവുമാണ് ദാവീദ് ഇവിടെ ഊന്നി പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഭക്തന് പറയുവാൻ കഴിയും, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സഹായമായി ദൈവം എഴുന്നേൽക്കും. ഏത് പ്രതികൂലങ്ങളിലും ആശ്രയിക്കുവാൻ ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുന്നവനാകുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന 61-ാം സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്നും നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. അതേ പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധിയിലും നമുക്ക് നമ്മുടെ ദൈവത്തെ മുറുകെ പിടിക്കാം. നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവരോട് ദേഷ്യവും കോപവും ഒന്നും ഉണ്ടാകാതെ എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വയ്ക്കാം. അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് പറയുവാൻ കഴിയും, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളോടുകൂടെ ഇരിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും. ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം
തന്റെ ദാസരിൻ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം, തന്റെ ദാസരിൻ നീതിയവൻ.